പ്രിയമുള്ളവരെ, വചനജ്വാല 1478 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 17 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ 12-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് ഫലമുണ്ടാകും. ദൈവഭക്തനെ നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്. എളിയവനെ നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നു പോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കൊഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗ്രത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്, അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന സ്ഥാനം അപഹരിക്കും. അപ്പോൾ എൻ്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തല കുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തൻ്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദ പാരംഗതനുമായ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. 1542 ടസ്കനിയിൽ മോന്തോ പുൾജിയാനോ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ റോബർട്ട് ബെല്ലാർമിൻ ജനിച്ചു. ഭക്തനും സമർത്ഥനുമായ യുവാവ് സ്ഥലത്തെ ജെസ്യൂട്ട് കോളേജിൽ പ്രാഥമിക വിദ്യാഭ്യാസം, അതിനുശേഷം റോമായിൽ ഈശോ സഭയുടെ നൊവീഷ്യേറ്റിൽ ചേർന്നു. ആരോഗ്യം മോശമായിരുന്നു. തത്വശാസ്ത്ര പഠനം കഴിഞ്ഞ് അദ്ദേഹം ഫ്ലോറൻസിലും
മോൺട്രയാലിലും പാതുവായിലും അവസാനം ലുവൈനിലും പഠിച്ചു. ലുവൈനിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാഷണ്ഡകൾക്കെതിരായി പ്രസംഗിക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ തത്വങ്ങൾ സമർത്ഥമായി വിനിയോഗിച്ച് പ്രസാദപരം, സ്വതന്ത്ര മനസ്സ്, പേപ്പൽ അധികാരം എന്നിവയെ സംബന്ധിച്ച പാഷണ്ഡതകളെല്ലാം അദ്ദേഹം സമർത്ഥമായി നേരിട്ടു. ഈ വാദപ്രതിവാദങ്ങളിലുണ്ടായ വിജയം പരിഗണിച്ച് 13-ാം ഗ്രിഗോറിയോസ് പാപ്പ അദ്ദേഹത്തെ റോമായിൽ ദൈവശാസ്ത്ര വിവാദ മണ്ഡലത്തിൽ നിയമിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ റെക്ടറായി. അക്കാലത്താണ് അലോഷ്യസ് ഗോൺസാലഗയുടെ ആത്മപരിപാലനം ഏറ്റെടുത്തത്. റോമൻ കോളേജിൽ താമസിച്ച് 11 കൊല്ലങ്ങൾക്കിടയിലാണ് അദ്ദേഹം തർക്കങ്ങൾ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം എഴുതിയ വേദോപദേശം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത് ഇറ്റലിയിൽ പാഠപുസ്തകമാണ്. 1599 അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. പ്രസ്തുത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവശാസ്ത്രജ്ഞനില്ലെന്നാണ് 8-ാം ക്ലെമന്റ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത്. അതേ മാർപ്പാപ്പ അദ്ദേഹത്തെ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പായി അഭിഷേകിച്ചു. കാർഡിനാൾ ബെല്ലാർമിൻ റോമായിൽ തന്റെ തപോജീവിതം തുടർന്നു. ദരിദ്രരെ തന്നാലാവും വിധം സഹായിച്ചുകൊണ്ടിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം വത്തിക്കാൻ ലൈബ്രറിയനും മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവുമായി. മരിക്കുക എന്ന കല അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വിശദമാക്കുന്ന പോലെ അദ്ദേഹം മരിക്കാൻ സദാ തയ്യാറായിരുന്നു. 80-ാമത്തെ വയസ്സിൽ വിശുദ്ധിയുടെ പ്രസരണത്തോടെ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1930 ബെല്ലാർമിനെ വിശുദ്ധനെന്നും പിറ്റേ വർഷം വേദപാരംഗതനെന്നും 11-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ റോബർട്ട് ബെല്ലാർമിന്റെ മധ്യസ്ഥം യാചിച്ച് മെത്രാനും വേദപാരംഗതനുമായ റോബർട്ട് ബെല്ലാർമിന്റെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.